അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ ആരെയും നിർബന്ധിക്കാനോ എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടുമെന്നും പറയാൻ വന്നതല്ല. ഇവിടെ ശരിക്കും എന്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത് NYL ഹീലിംഗ് സെൻറ്ററിൽ ഞങ്ങളുടെ അനുഭവമാണ്. സത്യം പറഞ്ഞാൽ NYLിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് യൂട്യൂബിൽ തിരഞ്ഞിരുന്നത് അവിടെ എന്താണ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഒരു ദിവസം എങ്ങനെയാണ് പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വിശദമായി പറയുന്ന ഒരു വീഡിയോ പോലും കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് തോന്നിയത് എന്നെപ്പോലെ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ എല്ലാ ദിവസവും കൃത്യമായി വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ കയ്യിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത ക്ലിപ്പാണ് കൂടുതലും. അതുകൊണ്ട് വീഡിയോക്കൊപ്പം എൻ്റെ അനുഭവങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ NYL ഹീലിംഗ് സെൻറ്ററിൽ ഞങ്ങളൊരു ദിവസം എങ്ങനെയാണ് പോയതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മെസ്സേജ് വരും. അതിലുള്ള ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് സമയം തലേ ദിവസം രാത്രി തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 2 സെഷനാണ് ഉണ്ടാവാറ്. രാവിലെ ഒരു സെഷനും വൈകിട്ടൊരു സെഷനും. അപ്പോൾ രാവിലത്തെ സെഷനിൽ 7:30ക്കും 11:30ക്കും 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സമയമാണ് കംഫർട്ടബിൾ അത് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ വൈകിട്ട് 5:30ക്ക് മറ്റൊരു സെഷനും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ടൈമിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ മുൻകൂട്ടിയിട്ട് അവരെ ചാനലിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ജോറാക്ക നേരത്തെ പോയി 7:30 സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ റൂമിൽ ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നതായിരുന്നു. പിന്നെ അറിയാണ്ട് ഒന്ന് ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ബെഡിൽ എത്ര നേരം വേണമെങ്കിലും കിടക്കും. പക്ഷേ മോൻ അങ്ങനെയല്ല. എൻ്റെ കൂടെ കിടത്തി ഉറക്കിയാലും ഞാൻ എണീക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനും കൂടെ എണീക്കും. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാൻ എണീറ്റപ്പോൾ മോനും കൂടെ എണീറ്റ്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 9:30 കഴിഞ്ഞിരുന്നു. ഇനി വീണ്ടും കിടന്ന് ഉറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും മോളെ എണീപ്പിച്ച് പിന്നെ മോളുടെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് മുടി കെട്ടി കൊടുത്ത് പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവാണ്. ഇവിടുത്തെ വെള്ളം എന്തോ ക്ലോറിൻ കൂടുതലുള്ള വെള്ളമാണ് തോന്നുന്നുണ്ട്. കാരണം മുടിയൊക്കെ നല്ല ഒട്ടലാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ വെളിച്ചെണ്ണൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ചോറാക്കാൻ്റെ സെഷൻ കഴിഞ്ഞപ്പോൾ ചോറാക്ക ഞങ്ങളുടെ ആ ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. കൂടുതലായി ഞങ്ങൾ ഈ അടുത്തുള്ള ഈ ഹോട്ടലിലേക്കാണ് പോകാറുള്ളത്. സത്യത്തിൽ ഹോട്ടൽ നല്ലതാണ്, ഭക്ഷണം നല്ലതാണ്. പക്ഷേ ചില സമയം സർവീസ് കുറച്ച് സ്ലോ ആണോ തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഉള്ളിവട ഉണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഉള്ളിവടയേ അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു പയറുകറി ഉണ്ടായിരുന്നു. മാഷല്ലാ, അതും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പയറുകറി കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ട്. ആ പയറുകറിയും ഉള്ളിവടയും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ചായയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലത്തെ ചായയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ഈ ചായ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാണ് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതുവരെ പോകാതെ ഒരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കിയത്. അതിന് ക്യൂരിയോസിറ്റി കാരണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഒരു ഓപ്പൺ ടെറസ് പോലുള്ള സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ചുറ്റുള്ള വീടുകളൊക്കെ നന്നായി കാണാൻ പറ്റും. പക്ഷേ അവിടെ കണ്ട കാഴ്ച എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. മാഷാഅല്ലാ, ഇത്രയും റംബൂട്ടാൻ മരങ്ങൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഇത്ര അടുത്ത് എന്ത് ഭംഗിയാണെന്ന് അറിയോ. കുറേ കാഴ്ച കിടക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇതൊരു വീട്ടിൽ കൃഷി ചെയ്യുന്നതാവുന്ന. പക്ഷേ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ റംബൂട്ടാൻ മരങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ വലൊക്കെ വലിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അണ്ണാൻ്റെ ശല്യം കുറക്കാനാവും എന്നാണ് തോന്നുന്നത്. സത്യത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ ജോറാക്കാനെ വിളിച്ച് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ച കണ്ടിട്ട് നേരെ റൂമിലേക്ക് തിരിച്ച്. റൂമിൽ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. ഒന്നില്ലേ മക്കളുടെ കൂടെ കളിക്കും, അല്ലെങ്കിൽ സിനിമ കാണും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതാണ് ഇപ്പോൾ ഇവരെ കളി. ബെഡ് താഴ്ത്തിയിട്ടിട്ട് ഇതിൽ കൂടെ കിനിഞ്ഞിറങ്ങാം. ഇനി അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ സമയം കളയുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ പെരുമ്പാവൂർ ടൗണിലേക്ക് പോകാറുണ്ട്. ഒരു ദിവസം അങ്ങനെ പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. മാഷാഅല്ലാ, സഹാറ എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് മീൽസ്, ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള നല്ല ഒരു റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടേക്ക് പോകാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോയിരുന്നു. അപ്പോൾ നല്ല മട്ടൻ ചാപ്സും പൊറോട്ട അടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളൊരു ഡ്രൈവ് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകാറുണ്ട്. പിന്നെ ഞാൻ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുന്ന വഴിയിലാണ് ഒരു പേരക്ക ജ്യൂസ് കണ്ടത്. അപ്പോൾ മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ തവണ അവിടെ ആ സെയിം സ്പോട്ട് എത്തിയപ്പോൾ മോൾക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ഒരു പഴക്കഷ്ണവും അനാറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ അകത്ത് എന്താണ് ചെയ്യണതെന്ന്. സത്യത്തിൽ നമ്മൾ അകത്ത് കയറിയാൽ ഓരോരുത്തർക്കും ഇരിക്കാൻ ഒരു ചെയറുണ്ട്.
അവിടെ സാറ് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഇരിക്കണം. കണ്ണടച്ചിരിക്കാനാണ് പറയുക, ഉറങ്ങാനാണ് സാറ് പറയുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ഒന്നും ചൊല്ലാൻ അവർ പറയുന്നില്ല, ശാന്തമായി ഇരിക്കാനാണ് അവർ പറയുന്നത്. ആദ്യ ദിവസം എനിക്ക് ഇതൊക്കെ കുറച്ചൊരു പുതുമയായിരുന്നു, പക്ഷെ പിന്നീട് ഇതൊരു റൂട്ടീൻ പോലെ തോന്നി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ പോയി, 5 ദിവസം എങ്ങനെ പോയി എന്ന് പോലും അറിയില്ല. അവസാന ദിവസം വന്നപ്പോഴാണ് ഇന്നാണല്ലോ പോകേണ്ടത് എന്നുള്ളൊരു ഫീൽ തന്നെ വന്നത്. അന്നൊരു നേരത്തെ സെഷൻ, ആ ലാസ്റ്റ് ദിവസം ഒരു നേരത്തെ സെഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സെഷൻ കഴിഞ്ഞതോടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ച്. ഇനി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ ആരെയും നിർബന്ധിക്കാനോ എല്ലാവർക്കും ഒരേപോലെ ഫലം കിട്ടുമെന്നൊന്നും പറയാൻ വന്നതല്ല. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം മാത്രമാണ്. ഞങ്ങളിവിടെ അവിടെ എത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഏകദേശം ഒരു 60% മാറ്റം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അവിടെ നിന്ന ദിവസങ്ങൾ ഒരുപാട് ആളുകളെ കാണാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിരുന്നു. ചിലർക്ക് വർഷങ്ങളായി ഉറക്കമില്ലായിരുന്നു, അവർക്ക് നന്നായി ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ്, ചിലർക്ക് കുറച്ച് നേരം നടന്നാൽ തന്നെ കിതപ്പ് വരാറുണ്ടായെന്ന് പറഞ്ഞിരുന്നു. അവരൊക്കെ അതിൽ മാറ്റം വന്നിട്ടുണ്ട് പറഞ്ഞ്. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില ആളുകൾ മുമ്പത്തേക്കാൾ നന്നായി നടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മുട്ടുവേദന, നടുവേദന, ശരീരവേദന എന്തെങ്കിലും ആശ്വാസം ലഭിച്ച ആൾക്കാരെ കണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആളുകളെ നോക്കിയാൽ തന്നെ ഒരു അത്ഭുതം തോന്നും. മുട്ടുവേദന മുതൽ ക്യാൻസർ വരെ, ഷുഗർ മുതൽ ഹാർട്ട് ബ്ലോക്ക് വരെ, കാഴ്ചക്കുറവ്, കേൾവിശക്തിക്കുറവ്, തൈറോയിഡ്, കൊളസ്ട്രോൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ആസ്മ, അങ്ങനെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണ് ആളുകൾ വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ അതെനിക്കറിയില്ല. അങ്ങനെ ആരും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. പക്ഷേ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയാൽ പോലും അത് നമുക്ക് ആ വ്യക്തിക്ക് വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ അനുഭവം, ഞാൻ കണ്ട കാര്യങ്ങളുമാണ്. ബാക്കി തീരുമാനം ഓരോരുത്തരുടെയും സ്വന്തം കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നല്ല മാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ട്. വന്നപ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയും തിരിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.